ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊക്കോ എങ്ങനെ മുളപ്പിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 ആഴ്ച പാകമായി 2 ആഴ്ച മുന്നേ നമ്മൾ കുഴിച്ച് പാകിയ കൊക്കോയുടെ തൈകളാണ്. അത് നമ്മൾ സാധാരണ മണ്ണിൽ പാകുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കൂടിൽ പാകാനാണ് നോക്കുന്നത്. ഇതിനായി നമ്മൾ ഒരു 15 വർഷമൊക്കെ പഴക്കമുള്ള നല്ല കൊക്കോയുടെ ഏറ്റവും മികച്ച കായകളെടുത്ത് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, അതായത് ഒരു തുണിയിൽ കിഴി കെട്ടി കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൂടുകളിലേക്ക് പാകുകയാണ് ചെയ്യുന്നത്. ഇതിനായി നമ്മൾ കൂടുകളിൽ മണ്ണ് നിറച്ച് അതിലൊരു ചെറിയ കുഴിയെടുത്ത്, അത് നമ്മളിപ്പോൾ ഒരു കോലിന് കുത്തു നോക്കുമ്പോൾ അല്പം മണ്ണിന് ഈർപ്പില്ലാത്തതുകൊണ്ട് ആ കുഴി സെറ്റാകുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറിയ കുഴി എടുത്തിട്ട് അതിലേക്ക് കായകളിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ചെറിയ മണ്ണ് വേണമെങ്കിൽ അതിന് മുകളിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഫില്ലായിക്കോളും. മണ്ണ് പയ്യെ പയ്യെ വീണോളും അതിനകത്തേക്ക്. നമ്മൾ കൂടുകളിലെല്ലാം ഇനി വെള്ളം നിറച്ച് അതിലേക്ക് ഓരോ കായകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അല്പം മൂപ്പുള്ള കൊക്കോയുടെ കായ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇച്ചിരി മൂപ്പുള്ളതാണെങ്കിൽ കിടബാധ കുറയുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 10-15 വർഷമൊക്കെ പഴക്കമുള്ള കൊക്കോയുടെ കായകൾ എടുത്തിരിക്കുന്നത്. അതിൽ നടുഭാഗത്തെ കായകളാണ് ഇച്ചിരിയുടെ കട്ടിയുള്ള കായ, നല്ല കായ. അപ്പോൾ നമ്മൾ സൈഡിലുള്ള ചെറിയ കായകൾ മാറ്റി നല്ല കായകൾ നടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം നമുക്കൊരു 2 ആഴ്ച വെയിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ അത് മുളച്ച് വരുന്നത് ഉള്ള വീഡിയോ ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Okay, thank you for watching.